ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഫിഷ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് ദശക്കട്ടിയുള്ള മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് തിലാപ്പിയ ഫിഷാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫിഷ് റോസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം. മീൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മീനിൽ കത്തി കൊണ്ടൊന്ന് വരഞ്ഞിട്ടെടുക്കണം. ഇനി നമുക്ക് ഈ മീനിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാലകളെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഗ്രൈൻഡർ എടുത്ത് അതിലേക്ക് 10-12 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ പീസ് ഇഞ്ചി, 1/2 ടീസ്പൂൺ കടുക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എരിവ് വേണമെന്നുള്ളവർക്ക് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. വിനാഗിരിക്ക് പകരമായിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം. ഈ മസാല മിക്സാണ് നമ്മൾ ഈ മീനിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ മീനിലേക്ക് മസാല കുറേശ്ശായിട്ട് തേച്ച് കൊടുക്കുക. ഈ മസാല മുഴുവനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി വരില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഇതിലേക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറെ മസാലകളൊന്നും നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ മീനിൽ മസാലയൊക്കെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള മസാല നമുക്ക് മാറ്റി വെക്കാം. മീനിൽ മസാലയൊക്കെ നല്ലപോലെ പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കൂടുതൽ ടൈം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അത്രത്തോളം മസാല പിടിച്ച് കിട്ടും. ഇനി നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കണം. പുളി ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 കപ്പ് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 3 മീഡിയം സൈസിലുള്ള സവാള കൊത്തിയരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാല റെഡിയാക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. മീനിൻ്റെ ഒരു വശം റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഈ മസാലയിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാം. ഇനി ഈ സവാളയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊരിപ്പിക്കാതെ തന്നെ ഈ ഒരു പാകത്തിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മീൻ തിരിച്ചിട്ട് കൊടുത്ത് 2 വശവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് മസാലയുടെ ആ റോസ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മീനിപ്പോൾ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ഒരു മീനും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി മസാലയിലേക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. തക്കാളിയുടെ ആ റോസ്മെല്ലൊക്കെ മാറി നന്നായിട്ട് കുക്കായി വരുന്നത് വരെ വഴറ്റിയെടുക്കുക.
തക്കാളിയൊക്കെ വെന്ത് മസാലയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 10 കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് പകരം ബ്ലാക്ക് കിസ്മിസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മസാലയിൽ നിന്ന് ഒന്നും കൂടെ എടുത്ത് കാണിക്കും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കിസ്മിസാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ചേർത്ത് നന്നായി തിളച്ച് വറ്റി വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയിൽ പുളിയൊക്കെ ചേർത്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മസാലയിൽ പുളിവെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത മീൻ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ട്രേയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല മീനിൻ്റെ മുകൾ വശത്ത് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഫിഷ് റോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ മീനിൽ മസാലയൊക്കെ കോട്ട് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. സാധാരണ നമ്മൾ ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മീൻ മാരിനേറ്റ് ചെയ്ത് പൊരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. 230 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെക്കാം. സാധാരണ നമ്മൾ ഫിഷ് തന്തൂരിയൊക്കെ ചെയ്യുന്ന പോലെ ഓവനിൽ അപ്പർ കോയിലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മീൻ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ തിരിച്ചിട്ട് കൊടുത്ത് ആ വശത്തും ഇതുപോലെ മസാല തേച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. മസാല മീനിൽ മുഴുവനായിട്ടും കോട്ട് ചെയ്തിട്ട് വീണ്ടും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബേക്ക്ഡ് ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു ഫിഷ് റോസ്റ്റാണിത്. ഈ മസാലയിൽ തന്നെ നമുക്ക് വാഴയിലയിൽ മീൻ പൊള്ളിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.